എല്ലാവർക്കും നമസ്കാരം. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ദീർഘനേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും കൂടുതൽ സമയം ലഭിക്കാനും സഹായിക്കും. ഇത്തരത്തിൽ ദീർഘനേരം ബന്ധപ്പെടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ദീർഘനേരം ശുക്ലം പോവാതെ പിടിച്ചു നിൽക്കുന്നതിനുമായിട്ട് ചെയ്യേണ്ട ചില 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമതായിട്ടുള്ള ഒന്നാണ് മൈൻഡ് റിലാക്സേഷൻ. നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് കാമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഈ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മൈൻഡ് കൂളാവുകയും ഇത്തരത്തിൽ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുകയും അതുപോലെ തന്നെ ദീർഘനേരം ആ ബലം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്ക്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത്തരത്തിലുള്ള മൈൻഡ് റിലാക്സേഷനായിട്ട് ചെയ്യേണ്ട ഒന്നാണ് 5 മിനിറ്റ്സ് ഡീപ്പ് ബ്രീത്തിങ്. ഇത്തരത്തിലുള്ള ഈ 5 മിനിറ്റ്സ് ഡീപ്പ് ബ്രീത്തിങ് മൂലം നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കാം ആവുകയും അതുപോലെ തന്നെ പെർഫോമൻസ് ആങ്സൈറ്റി നല്ല രീതിയിൽ കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ പ്രിമച്ചർ ഇജാക്കുലേഷൻ അതായത് ശീഘ്രസ്ഖലനം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഈ 5 മിനിറ്റ്സ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, അതായത് പ്രാണായാമം പോലെയുള്ളവ ചെയ്യുന്നത് മൂലം തന്നെ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഏകദേശം ഒരു 20-30% നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധ്യമാവും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 മിനിറ്റ് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. 4 മിനിറ്റ് അതുപോലെ ശ്വാസം ഉള്ളിൽ പിടിച്ചു വയ്ക്കുക. അതിനുശേഷം 6 മിനിറ്റ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ നമ്മളിത് ഒരു സെക്ഷൽ കോണ്ടാക്ട്സിന് മുന്നേ ഒരു 2 മുതൽ 3 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവുകയും നമ്മുടെ മസ്തിഷ്കം നല്ല രീതിയിൽ കാം ആവുകയും പെർഫോമൻസ് ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. അതുമൂലം തന്നെ നമുക്ക് എന്താ വെച്ചാൽ ബെഡ്റൂമിനകത്ത് നമ്മൾ പോകുന്ന സെക്ഷൽ കോണ്ടാക്റ്റിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ബോഡി വാമപ്പ്. അതായത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വാമപ്പ് ചെയ്യുന്നത് മൂലം നല്ല രീതിയിൽ രക്തോട്ടം ഉണ്ടാവുകയും നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് വണ്ണാണ് പെൽവിക് വാമപ്പ്. പെൽവിക് വാമപ്പ് ചെയ്യുന്നത് മൂലം തന്നെ ഒരു 2 മിനിറ്റ്സ് വാമപ്പ് ചെയ്യുന്നത് മൂലം തന്നെ നമ്മുടെ നെർവ്സൊക്കെ ഓവർ എക്സൈറ്റഡ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും അതുമൂലം തന്നെ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ പെൽവിക് വാമപ്പുകൾ ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പെൽവിക് വാമപ്പുകൾ ചെയ്യുക എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഒന്ന് ഹിപ്പ് റൊട്ടേഷൻസ്. നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ്സിൻ്റെ റൊട്ടേഷൻ പ്രധാനമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊന്നാണ് പെൽവിക് ത്രസ്റ്റ് സ്ലോ. ഇത് ഒരു 15 മുതൽ 20 തവണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് പ്രിമച്ചർ ഇജാക്കുലേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പെൽവിക് വാമപ്പ് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പെൽവിക് വാമപ്പ് എക്സസൈസാണ് നമ്മുടെ തൈ സ്ട്രെച്ച്. ഇത്തരത്തിൽ ഈ തൈ സ്ട്രെച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് കൂടുകയും സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിൽ പെൽവിക് വാമപ്പുകൾ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അതുമൂലം തന്നെ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ അതായത് ശീഘ്രസ്ഖലനം അതുപോലെ തന്നെ ദീർഘനേരം ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയും അല്ലെങ്കിൽ ഉദാഹരണ കുറവ് മൂലം നിലനിൽക്കാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ചെയ്യേണ്ടതാണ് സ്റ്റാർട്ട് സ്ലോ മൈൻഡ്. അതായത് 20 സെക്കൻഡ് നമ്മൾ സെക്ഷൽ കോണ്ടാക്ട്സ് ഏർപ്പെടുന്നതിന് മുന്നേ ഒരു 20 സെക്കൻഡ് മുന്നേ തന്നെ നമ്മൾ സ്ലോ ആയിട്ടുള്ള ടച്ച് എന്നുള്ള രീതിയിലേക്ക് വരികയും അതുമൂലം തന്നെ സെക്ഷൽ എറൗസലൊക്കെ സ്ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുകയും ചെയ്യുകയും അതുമൂലം തന്നെ ഇത് കൂടുതൽ നേരം നമുക്ക് ഇത്തരത്തിലുള്ള പ്രിമച്ചർ ഇജാക്കുലേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇമോഷണൽ ബോണ്ടിങ്. എപ്പോഴും പാർട്ട്ണറുടെ ഇമോഷണൽസ് അതായത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു നില ഇതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുക. അതുമൂലം തന്നെ അവരുടെ എറോസൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്നെ നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ രീതിയിലൊക്കെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലും അവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളെ പറ്റിയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധ്യമാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്തുകൊണ്ടാണ് പൊതുവെ വരാറെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെ ഇതിനൊരു പ്രധാന ഘടകമാണ്. അതിനായിട്ട് പറയാറുള്ളതാണ് പെർഫോമൻസ് ആങ്സൈറ്റി. ഓവറായിട്ട് തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഒരിക്കലും ഇത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ഫെയിലിയർ ആവും എന്നുള്ളൊരു തോട്ട്സ് ഉള്ളത് മൂലം തന്നെ ഇത്തരത്തിൽ പെർഫോമൻസ് ആങ്സൈറ്റി മൂലവും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. മറ്റൊന്നാണ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള അസുഖാവസ്ഥകളുള്ള വ്യക്തികളിലും ഇതുണ്ടാകാറുണ്ട്. മറ്റൊന്ന് എക്സസീവ് സെൻസിറ്റിവിറ്റി ഓഫ് പെനിസ്. അതായത് നമ്മുടെ ലിംഗത്തിന് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുക, സ്റ്റിമുലേഷൻസ് ഒക്കെ കൂടുതൽ പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന ആളുകളിലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്.
അതുപോലെ തന്നെയാണ് വീക്ക് പെൽവിക് ഫ്ലോർ മസിൽസ്, അതായത് നമ്മുടെ പെൽവിക് ആ ഭാഗത്തുള്ള മസിൽസുകളൊക്കെ വീക്ക് ആവുന്നത് മൂലവും ഇത്തരത്തിൽ പെട്ടെന്ന് സ്കല്ലിന് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പെൽവിക് ഫ്ലോർസ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് മാസ്റ്റുപേഷൻ ഹാബിറ്റ്സ്. റെഗുലർ ആയിട്ടുള്ള മാസ്റ്റുപേഷൻ ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളിൽ, അതായത് ഒരു ദീർഘകാലം മാസ്റ്റുപേഷൻ ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളിലും ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, പ്രോസ്റ്റേറ്റൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇഷ്യൂസുകളൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ഇഷ്യൂസുകൾ വരാൻ പ്രിമച്ചർ ഇജാക്കുലേഷനും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മളെപ്പോൾ മറ്റൊന്ന് ഇതുപോലെ ചില ഹോർമോണുകളുടെ ഇഷ്യൂസ്, നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോണുകൾ, തൈറോയിഡ് പോലെയുള്ള ഇഷ്യൂസുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇതെല്ലാം മൂലവും ഇത്തരത്തിലുള്ള പ്രിമച്ചർ ഇജാക്കുലേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇനി ഇത്തരത്തിലൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ കൂടെ കറക്റ്റ് പ്രോപ്പറായിട്ട് മെഡിസിൻസ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ ഡീൽ ചെയ്യാറുള്ളത്. അതുമൂലം തന്നെ വളരെ കുറച്ച് കാലം മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് മൂലം ഇത്തരത്തിലുണ്ടാവുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെയുള്ള സൈക്കോ തെറാപ്പികളൊക്കെ കൊടുത്തിട്ട് നമുക്കത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ശുക്ലം പുറത്താകുന്ന ഒരു അവസ്ഥയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണ രീതിയാണ്. സൂപ്പറായിട്ടുള്ള 3 ഫുഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബനാനയും അതുപോലെ തന്നെ പീനട്ടും. ഒരു 10-15 മിനിറ്റ് മുന്നേ, സെക്ഷൽ കോൺടാക്ട്സിൻ്റെ 10-15 മിനിറ്റ് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ബനാന അതുപോലെ തന്നെ പീനട്ടൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ, പ്രിമച്ചർ ഇജാക്കുലേഷനും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ബനാനയ്ക്കകത്ത് റിച്ച് ഇൻ പൊട്ടാസ്യമാണ്. അത് നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനകത്ത് ഹെൽത്തി ഫാറ്റൊക്കെ ഉള്ളതിനാൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും അതുമൂലം തന്നെ കൂടുതൽ നേരം സ്റ്റാമിന നിലനിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുന്നതിന് മുന്നേ ഒരു 10 മുതൽ 15 മിനിറ്റ് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. മറ്റൊന്നാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. 70% ഓഫ് ദ ഡാർക്ക് ചോക്ലേറ്റുകളിനകത്ത് നമ്മൾ സെറാട്ടോണിൻ, ഡോപ്പമൈൻ എന്നുള്ള ഹാപ്പി ഹോർമോൺസുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനും അതുപോലെ ഇറക്ഷൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ നമ്മൾ സെക്ഷൽ കോൺടാക്ട്സിന് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു സൂപ്പർ ഫുഡാണ് പംകിൻ സീഡ്. നമ്മുടെ പംകിൻ സീഡ് നമ്മുടെ സെക്ഷൽ കോൺടാക്ട്സിൻ്റെ ഒരു 20 മുതൽ 30 മിനിറ്റ് മുന്നേ നമ്മൾ 1 ടീസ്പൂൺ പംകിൻ സീഡ് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള സെക്ഷൽ പവേഴ്സ് ഇൻക്രീസ് ചെയ്യാനും പ്രിമച്ചർ ഇജാക്കുലേഷൻ, അതായത് ശീഘ്രസ്ഖലനം പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ധാരാളം സിങ്ക് അടങ്ങിയതിനാൽ തന്നെ അത് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കംപ്ലയിൻസ് ഉള്ളവർക്കും അവരുടെ സ്പേംസിൻ്റെ ക്വാളിറ്റി കൂട്ടാനൊക്കെ ഇത്തരത്തിൽ പംകിൻ സീഡ്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സ്മോക്കിങ്ങോ അതുപോലെ തന്നെ ആൽക്കഹോളിക് അഡിക്ഷൻസ് ഒക്കെയുള്ള അതുപോലെ മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹെവി ആയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സെക്ഷൽ കോൺടാക്ട്സിൻ്റെ ഒരു 2 to 3 hours ബിഫോർ തന്നെ ഇത്തരം ഹെവി മീൽസുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുക. അതുപോലെ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള BMI മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റെഗുലർ എക്സസൈസ്, അതിൽ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ നല്ല രീതിയിൽ തന്നെ കീഗൽ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ, അതുപോലെ തന്നെ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾക്ക് ചെയ്യാവുന്ന എക്സസൈസിനെ പറ്റി ആദ്യം പറയുകയുണ്ടായി. അപ്പോൾ അതും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യുക. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉള്ള വ്യക്തികൾ, അതായത് ശീഘ്രസ്ഖലനമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ പലപ്പോഴും പോൺ വീഡിയോസുകളൊക്കെ കാണാറുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പോൺ വീഡിയോസുകൾ അവോയ്ഡ് ചെയ്യാൻ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ സെക്ഷൽ വീഡിയോസുകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റിമുലേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമൂലം തന്നെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ പോൺ വീഡിയോസുകളുടെ സ്റ്റിമുലേഷൻ വഴിയുള്ള ദൃശ്യമാധ്യമങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അത് നമ്മുടെ സ്റ്റാമിനയിൽ
അനീമിയയിലും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.